പാകിസ്ഥാന് കനത്ത തിരിച്ചടി നൽകി ഇന്ത്യ. പാകിസ്ഥാനിലേക്ക് ഇന്ത്യയുടെ മിസൈൽ ആക്രമണമെന്ന റിപ്പോർട്ടുകൾ വരുന്നു. ലാഹോർ, സിയാൽകോട്ട്, കറാച്ചി, ഇസ്ലാമാബാദ്, റാവൽപിണ്ടി തുടങ്ങിയ സ്ഥലങ്ങളിൽ മിസൈൽ വർഷമുണ്ടായി എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. പാകിസ്ഥാനിലെ ബഹാവൽ നഗർ കണ്ടോൺമെന്റിന് സമീപം സ്ഫോടനമുണ്ടായെന്നാണ് ഏറ്റവും പുതിയ വിവരം. ഉഗ്രസ്ഫോടനമാണെന്നും പലവട്ടം സ്ഫോടനം നടന്നുവെന്നും വിവരങ്ങളുണ്ട്. ഇസ്ലാമാബാദിലും ഇന്ത്യൻ പ്രഹരമുണ്ടായി. ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചാണ് ആക്രമണം ഉണ്ടായത്. കടൽ മാർഗവും പാകിസ്ഥാന് മറുപടി നൽകാൻ നീക്കങ്ങളുണ്ട്. നാവികസേന യുദ്ധക്കപ്പലുകൾ തയ്യാറെടുത്തു കഴിഞ്ഞു. പാകിസ്ഥാന്റെ 3 പോർവിമാനങ്ങൾ തകർത്തു എന്നുള്ള സന്തോഷകരമായ വാർത്ത കൂടി പുറത്തുവരുന്നു. സഥോരി, സാംബ, ആർഎസ്പുര, അർണിയ എന്നിവിടങ്ങളിൽ പാകിസ്ഥാനിൽ നിന്നുള്ള 8 മിസൈലുകൾ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ യൂണിറ്റുകൾ തകർത്തു. ജമ്മു കശ്മീരിലെ അന്താരാഷ്ട്ര അതിർത്തിയോട് ചേർന്നുള്ള ജമ്മു, പത്താൻകോട്ട്, ഉദ്ധംപൂർ എന്നിവിടങ്ങളിലെ സൈനിക കേന്ദ്രങ്ങൾക്ക് ഒരു കേടുപാടുകളും ഇല്ലെന്നാണ് വിവരങ്ങൾ. ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പ്രവർത്തനക്ഷമമാക്കിയതോടെ വരുന്ന റോക്കറ്റുകളെ വിജയകരമായി തടയാൻ സാധിച്ചു. ജമ്മു വിമാനത്താവളം, സാംബ, ആർഎസ്പുര, അർണിയ, സമീപ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ വെച്ച് 8 പാകിസ്ഥാൻ മിസൈലുകളെ S-400 വ്യോമ പ്രതിരോധ സംവിധാനം തടഞ്ഞു. ജമ്മു സർവകലാശാലയ്ക്ക് സമീപവും 2 പാകിസ്ഥാൻ ഡ്രോണുകൾ തകർത്തു. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ പ്രധാനമന്ത്രിയെ കണ്ടു. നിലവിലെ സാഹചര്യം വിശദീകരിക്കാനാണ് കൂടിക്കാഴ്ച നടന്നത്. പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ അതീവ ജാഗ്രതയാണ് നിലവിലുള്ളത്. ഇവിടെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചു.